പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? രാവിലെ തോറും ദൈവത്തിന്റെ കൃപ പുതിയതാകുന്നു. രാവിലെ എഴുന്നേറ്റയുടനെ നിങ്ങൾ സ്തുതിച്ച് ആ കൃപ ഏറ്റുവാങ്ങണം. അപ്പോഴേ ആ ദിവസം മുഴുവൻ ദൈവത്തിന്റെ കൃപ കൂടെ ഉണ്ടാവൂ. അതുമാത്രമല്ല, നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ആവശ്യത്തിനും അത്ഭുതത്തിനും സൗഖ്യത്തിനും വിമോചനത്തിനും വേണ്ടി എന്നിങ്ങനെ പലതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ബൈബിളിലുണ്ട്. അതാണ് ഇന്ന് വചനത്തിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. 143 സങ്കീർത്തനം 10 വാക്യം. ദാവീദ് എന്നൊരു ഭക്തനുണ്ടായിരുന്നു. ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ഒരു സാധാരണ ബാലകനെ നാടിന്റെ രാജാവായി ഉയർത്തി. ആ കാലത്ത് അയാളെക്കൊണ്ട് ദൈവം പല വൻ കാര്യങ്ങളെയും ചെയ്തു. അയാളുടെ നക്ഷത്രമാണ് ഇന്ന് ഇസ്രയേൽ രാജ്യത്തിന്റെ കൊടിയിൽ ഒരു നക്ഷത്രം കാണാറില്ലേ? അതിന് സ്റ്റാർ ഓഫ് ഡേവിഡ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അയാളെ ഇസ്രായേല്യർ ഒരിക്കലും മറക്കുകയില്ല. അയാളെക്കൊണ്ടാണ് ദൈവം ഇസ്രായേൽ നാടിനെ ശക്തമാക്കിയത്. ഒരു സാധാരണ മനുഷ്യനെ അത്രമേൽ ദൈവം ഉയർത്താനുള്ള കാരണം എന്താണെന്നറിയാമോ? അയാൾ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്തു. ദൈവം സാക്ഷ്യം നൽകുന്നു, ദാവീദിനെ എന്റെ പ്രിയപ്പെട്ടവനായി ഞാൻ കണ്ടു, എന്റെ ഇഷ്ടപ്രകാരം അവൻ പ്രവർത്തിക്കും എന്ന്. അതിന്റെ രഹസ്യം എന്താണെന്നറിയാമോ? അയാൾ നന്നായി പ്രാർത്ഥിച്ചിരുന്നു. യഹോവേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ. പ്രാർത്ഥിക്കുന്ന വിധം കണ്ടോ? യഹോവയെ നോക്കി ദാവീദ് ചോദിക്കുന്നു, യഹോവേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ. എന്റെ ഇഷ്ടപ്രകാരം ചെയ്യരുത്, ജനങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യരുത്. ഞാൻ അങ്ങേക്കിഷ്ടമുള്ളത് ചെയ്യണം. അതിനെന്നെ പഠിപ്പിക്കണമേ, വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഓരോ ബുധനാഴ്ച തോറും എനിക്ക് വേണ്ടി ഞാൻ ഉപവാസം ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. നാടിനു വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് പിന്നീടാണ്. ആദ്യം ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമല്ലോ. അതുകൊണ്ട് ബുധനാഴ്ചകൾ തോറും ഉപവസിച്ച് കുറച്ചു മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. അതെന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും, എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും മരുമകനും പേരക്കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. യേശു വിടുവിക്കുന്നു ശുശ്രൂഷയിലുള്ളവർക്കും ട്രസ്റ്റീസിനും ലീഡേഴ്സിനും എല്ലാവർക്കും വേണ്ടി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം പറയും, ദൈവമേ, അങ്ങയുടെ ഇഷ്ടം ഞാൻ ചെയ്യണം. അങ്ങേക്കിഷ്ടമല്ലാത്തത് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ, എന്നെ അത് ചൂണ്ടിക്കാട്ടണമേ എന്ന് കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില സമയം ദൈവം തോന്നിപ്പിക്കും, ഇതെനിക്കിഷ്ടമല്ല, നീ ഇങ്ങനെ ചെയ്തത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അതേറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും. ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു, എപ്പോഴും ഞാൻ അങ്ങേക്കിഷ്ടമുള്ളതേ ചെയ്യാവൂ ദൈവമേ എന്ന് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. നാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ സ്വീകരിച്ച് ദൈവഹിതമനുസരിച്ചുള്ള വഴികളിൽ നടത്തും. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ തടയും, എന്നിട്ട് നേരായ വഴിയിലൂടെ നടത്തും. നിങ്ങളും ജീവിതത്തിൽ ഇത് നിങ്ങളുടെ ഉദ്ദേശമാക്കേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കൂ, യേശുവേ, അങ്ങേക്കിഷ്ടമുള്ളത് ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുക മാത്രമല്ല, ദൈവത്തിന് ഇഷ്ടപ്പെട്ടതെന്ന് ബൈബിളിൽ അനേകം കാര്യങ്ങളുണ്ട്. ആ വചനങ്ങളെയെല്ലാം ധ്യാനിച്ച് അതിനെന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അതിൽ പ്രധാനപ്പെട്ടത് 1 തിമോത്തിയോസ് 2 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അവർ രക്ഷപ്രാപിച്ച് സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരമായിരിക്കുന്നു. ഇതുപോലെ ധാരാളം വചനങ്ങളുണ്ട്. അവയെല്ലാം കണ്ടുപിടിച്ച് ഞാൻ അപ്രകാരം നടക്കണം ദൈവമേ എന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് ദൈവം എന്നെ നന്നായി നടത്തുന്നത്. അതുകൊണ്ട് ഇന്ന് പറയുമോ, ഹൃദയത്തിൽ കൈവച്ച്, യേശുവേ, അങ്ങയുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കണം, അങ്ങയുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കണം, അങ്ങയുടെ ഇഷ്ടപ്രകാരം സംസാരിക്കണം. അങ്ങേക്കിഷ്ടമല്ലാത്തതൊന്നും എനിക്ക് വേണ്ട. അങ്ങെന്നെ കാത്തു നടത്തണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ